ആരാധിക്കാം. ദൈവത്തിന്റെ അത്ഭുതകരം എല്ലാവരും ആരാധിച്ചേ കർത്താവ്. അടിമാലി ടെലിവിഷൻ പ്രേക്ഷക സംഗമത്തിൽ സംബന്ധിച്ചിരുന്ന വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പൈതങ്ങൾക്കായി സ്വർഗീയ വിരുന്നിലെ യുവജനങ്ങൾ പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്നരുളി ചെയ്ത യേശു അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ഈ മോനെ ഇങ്ങോട്ട് വന്നപ്പോൾ കാലിന് വേദനയായിരുന്നു. ഇപ്പം മോൻ പറയുന്ന വേദനയില്ലെന്ന്. 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. TV പ്രേക്ഷക സംഗമത്തിൽ കൂടി വന്നിരുന്ന രോഗികൾക്കായി യുവജനങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് അവരെ അത്ഭുതകരമായി വിടുവിക്കുകയും ചെയ്തു. എന്താ മോനെ ഇവിടെ സംഭവിക്കുന്നത്? ഈ ആൻറ്റിക്ക് ഇവിടെ വന്നപ്പോൾ ഈ ആൻറ്റിയുടെ ഈ കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു. കൈ താങ്ങാതെ ഈ കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ കൃപയാൽ ഈ ആൻറ്റിയുടെ കൈ ഇപ്പം പൊക്കാം. ആണോ ആൻറ്റി? എനിക്ക് ഈ കൈ ഇങ്ങനെ മുകളിലേക്ക് പോകാനല്ല, ഈ കൈയുടെ സഹായം വേണം ഇങ്ങനെ പോകാൻ. വണ്ടിയിൽ നിന്ന് ഒരു ടിക്കറ്റ് പോലും വാങ്ങിക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ഇപ്പൊ എനിക്ക് എൻ്റെ കൈ ശരിക്ക് പോക്കാം. ഇപ്പൊ ശരിക്ക് പോക്കാം. പിന്നെ പ്രാർത്ഥന സമയത്ത് എനിക്ക് പോകത്തില്ല. എവിടെ ആരാധന സമയത്ത് പോയാലും ഞാൻ തലവേദന എടുത്ത് ഭയങ്കരമായിട്ട്. ഈ കുഞ്ഞുങ്ങളാണോ പ്രാർത്ഥിച്ചത്? അതെ, ഈ 2 കുഞ്ഞുങ്ങളാ പ്രാർത്ഥിച്ചത്. ഈ 2 പിള്ളേരെ എന്താ സംഭവിച്ചേ? പ്രാർത്ഥിച്ചപ്പോ എന്റെ തല ഇങ്ങനെ എന്തോ ഇങ്ങനെ മാറിയിട്ട് ഇവിടെ വരെ വന്നു. ഓ കർത്താവ് ഒരു വലിയ വിടുതൽ തന്നു. താങ്ക് യു ജീസസ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. 4 വർഷമായിട്ട് ഈ ആന്റിക്ക് കാലിന്റെ മുട്ടിന് വേദനയായിരുന്നു. ആർത്രൈറ്റിസ് ആയിരുന്നോ? സന്ധിവാതമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ആയുർവേദത്തിലെ ഞാൻ തിരുമും കിഴിവെക്കുകയോ എല്ലാം ചെയ്ത, എന്നിട്ട് കുറഞ്ഞില്ല. ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാലിങ്ങനെ മടക്കാൻ വയ്യ, ഇരിക്കാനൊന്നും വയ്യ. കാലിങ്ങനെ വേദന, കാല് തളർന്നു പോകുന്ന രീതിയിൽ ഇടയ്ക്ക് തളർന്നു പോകുമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് ഈ മോള് തന്നെയാണോ പ്രാർത്ഥിച്ചത്? അതെ അതെ, പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഈ കാലിൽ നിന്ന് വേദന ഇങ്ങനെ കീഴോട്ട് ഇറങ്ങി പോയി. അപ്പം എനിക്ക് നല്ലൊരു ആശ്വാസമായി. ഇത് കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ഞാൻ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് തുള്ളി ചാടുന്ന കണ്ടല്ലോ. ഇപ്പൊ തുള്ളിച്ചാടാൻ, ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോ എനിക്ക് തുള്ളിച്ചാടാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ തുള്ളിച്ചാടാൻ എനിക്ക് കർത്താവ് പൂർണ്ണമായി സൗഖ്യം തന്നു. എങ്ങനുണ്ട്? എനിക്ക് വേദന മാറി. കർത്താവ് എനിക്ക് കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വസിക്കുന്നവരാൽ ഇത് സംഭവിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, സയൻസ് ആൻഡ് വണ്ടേഴ്സ് വിൽ ഫോളോ ദോസ് ഹു ബിലീവ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എവിടെയൊക്കെ നടക്കുമോ തൻ്റെ പിന്നാലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അതിൻ്റെ കാരണം യേശു പറഞ്ഞു, ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങളും ഞാനും എവിടെ പോയാൽ അവിടെ അത്ഭുതവും വീര്യപ്രവൃത്തി നടന്നേ മതിയാകത്തുള്ളൂ. അത് യേശു കൂടെ ഉണ്ടെന്ന് ഉള്ളതിൻ്റെ അടയാളമാണ്. ഇറ്റ് ഈസ് എ സൈൻ ദാറ്റ് ജീസസ് ഈസ് ദെയർ. കഴിഞ്ഞ ദിവസങ്ങളിൽ TV പ്രേക്ഷക മീറ്റിങ്ങിൽ തോമസ് കുട്ടി ബ്രദർ ഓരോ സ്ഥലങ്ങളിൽ വരികയും, TV പ്രേക്ഷകർ എന്ന് പറയുമ്പം നമ്മളൊരു കുടുംബമാണ്. നിങ്ങൾ പല സഭാ വിഭാഗങ്ങളിൽ പോകുന്നവരായിരിക്കാം. എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ കണ്ടും കേട്ടും നമ്മളൊരു കുടുംബമായി തീർന്നിരിക്കുക. ഓരോ TV പ്രേക്ഷക മീറ്റിങ്ങിലും കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ കാണാനും കേൾക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ തന്നെ അവിടെ നേരിട്ട് വന്ന് അത്ഭുതം പ്രാപിക്കുന്നവരുടെ എണ്ണം അസംഖ്യമാണ്. It is numerous. So TV viewers meeting, TV പ്രേക്ഷക മീറ്റിങ്ങിലേക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കരുത്, നിങ്ങൾ വരണം. ഒന്ന്, നിങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾക്ക് എന്ന് കേൾക്കണം. മറ്റൊന്ന്, സൗഖ്യം വേണ്ടിയവരെയും ജീവിതത്തിൽ ഒരു വ്യത്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെയും കൂട്ടിക്കൊണ്ടും കൂടെ വരണം. അവരും അറിയട്ടെ യേശു ജീവനോടെ ഉണ്ട്.
വർഷമായിട്ട് കാല് മുട്ട് മടക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഈ ആൻറ്റിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. ആണോ ആൻറ്റി? 7 വർഷമായി എന്നെ അസ്ഥികൾക്ക് മൊത്തം വേദനയാണ്. ആയുർവേദം കഴിച്ചു, അലോപ്പതി കഴിച്ചു. എനിക്ക് വടിയില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ വന്നു ഇപ്പോഴെനിക്ക് കാലിനും കൈക്കും വേദനകളെല്ലാം മാറി എനിക്ക് സമാധാനമായി. ആൻറ്റി, കുഞ്ഞുങ്ങളാണോ പ്രാർത്ഥിച്ചേ? അതെ, ഈ മോളാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കാലിന് വേദനയില്ല? വേദനയില്ല. മടക്കി നോക്കിയോ? ഇപ്പോഴെനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഒന്നൊന്ന് ഇരുന്ന് കാണിച്ചേ, ഒന്ന് എഴുന്നേറ്റ്. വേദന മാറിയോ? മാറി. കരം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അങ്കിളെ, ഈ ആൻറ്റിക്ക് 3 വർഷമായിട്ട് കൈക്കും കാലിനും ഒക്കെ ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങി പോണ പോലെ തോന്നി. അങ്ങനെയാണോ? അങ്ങനെ സംഭവിച്ചോ? സന്ധിവാതമായിരുന്നു. 3 വർഷമായിട്ട് മരുന്ന് ആയുർവേദം കഴിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ജോയിന്റിനെല്ലാം വേദനയും നീരും, എനിക്ക് ഇരിക്കാനും നടക്കാനും ഒന്നും പറ്റില്ല. 2-3 ദിവസമായിട്ട് ഇങ്ങനെ കിടക്കും, പനിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ആയുർവേദം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്ക് വന്നത്. ഇപ്പം എനിക്ക് എന്തോ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് കുഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ അങ്ങ് ഊർന്നിറങ്ങി പോണ മാതിരി തോന്നി. അപ്പൊ വേദനയ്ക്ക് ഒരു ആശ്വാസം. ഈ കുഞ്ഞാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ എന്റെ ശരീരം ഇങ്ങനെ കിടന്ന് ഒലയുമായിരുന്നു പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ. അതെന്തായിരിക്കും? പിശാചായിരിക്കും. പിശാച് പോയതാ. പിശാച് പോകുന്നത് യേശു തൊട്ടപ്പോഴാ അല്ലേ? അപ്പൊ ഈ രോഗത്തിന്റെ ഒരു ശക്തി പൈശാച് കൊണ്ടുവന്നാ? അങ്ങനെ കൊണ്ടുവന്നാ? അത് പോയ പോലെ പോയിപ്പോ. ഇപ്പൊ എന്താ പറ്റി? എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഇപ്പൊ ഒരു ആശ്വാസമുണ്ട്, ശരീരത്തിനൊക്കെ നല്ലൊരു ഉണർവുണ്ട്. അപ്പൊ ഈ കുഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ഞാൻ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ പോകുമായിരുന്നു. പെട്ടെന്ന് എന്റെ ദേഹത്ത് നിന്ന് എന്തോ ഊർന്നിറങ്ങി അങ്ങ് പോണ പോലെ തോന്നി. ഒന്ന് ഇരുന്ന് കാണിച്ചേ, എങ്ങനുണ്ട്? വേദന കുറഞ്ഞോ? കൈക്കൊക്കെ ഈ ജോയിന്റിനെല്ലാം വേദനയും നീരുമായിരുന്നു. ഇപ്പൊ എങ്ങനുണ്ട്? നീരൊന്നുമില്ല, വേദനയില്ല. വേദനയില്ല, നീരൊന്നുമില്ല, വേദനയില്ല. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നന്ദി കർത്താവ്. ഈ ആൻറ്റിയുടെ കയ്യിൽ മസിൽ ടൈറ്റ് ആവുമായിരുന്നു. ആൻറ്റിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ആൻറ്റി 1.5 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചു. ആദ്യം തണുപ്പ് കൈക്കിടെ പോകാൻ തോന്നി, പിന്നെ ചൂട് വയ്ക്കുന്ന ഒരു അനുഭവം തോന്നി. ഇപ്പോൾ മാറി. എന്താ സംഭവിച്ച? പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു എനിക്ക്. അപ്പോൾ ഞാൻ 1.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കണില്ല. അപ്പോൾ എനിക്കൊരിക്കലും സാധനം എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിക്ക് ചെയ്യാനോ വരുമ്പോഴത്തേക്ക് മസിൽ ടൈറ്റ് ആവുന്ന പറഞ്ഞത്. ഇവിടെ അങ്ങോട്ട് വേദന വന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് തടിച്ചിങ്ങനെ ഒരു തടുപ്പ് പോലെ ഇങ്ങനെ വരും. അത് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ശരീരം മൊത്തം തളയും. എന്നിട്ട് ഈ ആൻറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തലക്കെ വെച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പവർ എൻ്റെ മേൽ വന്നു. ഒരു തണുപ്പ് ഇങ്ങനെ ശരീരത്തിൽ കൂടി അങ്ങ് പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഹീറ്റ് ചെയ്തു. ഇങ്ങനെ കിഴി പിടിക്കണ പോലെ ഒരു ഹീറ്റ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ ഞാൻ ദൈവാത്മാവിനെ നിറയപ്പെടുകയും ചെയ്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു കുഴപ്പമില്ല, പ്രശ്നമില്ല. കൈ അടിക്കുമ്പോഴത്തേക്ക് വേദന കാരണം അടിക്കത്തില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല, കൈ വയ്ക്കാൻ പറ്റില്ല. ഈ അത്ഭുത വിടുതലുകളും സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഈ TV പ്രോഗ്രാമുകൾ ചെയ്തത് അനേകർക്ക് അനുഗ്രഹമായി. ഇത് ഞങ്ങളെ പ്രസംഗിച്ചത് കൊണ്ടോ കുറേ പേര് ഇത് എഡിറ്റ് ചെയ്യുകയും ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രം നടക്കത്തില്ല. നിങ്ങൾ അനവധി പേരുടെ പ്രാർത്ഥനയാണ്. മാത്രമല്ല, ഓരോ ദിവസവും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്ന സഹോദരങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി എത്ര വലിയ കാര്യമായി ചെയ്യുന്നതെന്ന് എനിക്കത് പറയാൻ പറ്റാത്തവണ്ണം അത് വളരെ വലിയൊരു കാര്യമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നവരെയും അവരുടെ തലമുറയും കർത്താവ് അനുഗ്രഹിക്കും. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കണം, കർത്താവ് ഈ വർഷം തീരുന്നതിന് മുമ്പ് ഒരു പ്രോഗ്രാം അനേകർക്കായി ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അതിന് കർത്താവ് ഇടവരും. ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്പർ നമ്മുടെ TV പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യാൻ ബന്ധപ്പെടേണ്ട നമ്പറാണ്. നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക, ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. അങ്കിളെ, ഈ ആൻറ്റിയുടെ നടുവിൻ്റെ ഡിസ്ക് ആകാൻ നിൽക്കുമായിരുന്നു. 22 വർഷമായി നടുവേനയായിരുന്നു. ഇന്നിപ്പോൾ കർത്താവ് തൊട്ടു പൂർണ്ണമായി സൗഖ്യമായി. ശരിയാണോ? എനിക്ക് 22 വർഷമായിട്ട് ഡിസ്ക് ഇങ്ങനെ അകലുമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ പറഞ്ഞു. ഞാൻ 1 മാസം പ്ലാസ്റ്റർ ഇട്ടാണ് ബെൽറ്റ് ഇട്ട് മാറാതെ വന്നപ്പോൾ അവർ 1 മാസത്തേന് പ്ലാസ്റ്റർ ഇട്ടു. ഇന്നിവിടെ വന്നപ്പോഴും വേദന ഉണ്ടായിരുന്നു. എനിക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കത്തില്ല. നിൽക്കുമ്പോൾ പെട്ടെന്ന് നടുവേദനയാവും. ഞാനിപ്പോൾ ഇവിടെ ഈ പ്രാർത്ഥന കേട്ടോ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് നിന്നപ്പോൾ വരുമ്പോഴും മുട്ടിനും നടുവിനും വേദന ഉണ്ട് കേട്ടോ. ഞാൻ 5 മിനിറ്റ് നേരം എനിക്കിങ്ങനെ അധികം നേരം നിൽക്കത്തില്ല.
അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ എത്ര സമയം വരെ നിന്നോളം പറഞ്ഞില്ല, ഇങ്ങനെ മനസ്സിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. നിൽക്കുന്ന സമയം വരെ നിൽക്കാമെന്ന് ഓർത്ത് ഞാൻ നിന്നു. നടുവേദന ശരിക്കും അങ്ങനെ കുറഞ്ഞു. ഞാൻ ഇത്രയും സമയം അവിടെ നിൽക്കുമായിരുന്നു. വേദന നന്നായി പോയി. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 6 വർഷത്തെ സന്ധിവേദനയായിരുന്നു. കഥ പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കാൻ. ഇപ്പൊ എന്താ സംഭവിച്ച? പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ ചൂട് ഇങ്ങനെ വന്നു. ഞാനിവിടെ തളർന്ന് വീണുപോയി. കുഞ്ഞുങ്ങളാണോ പ്രാർത്ഥിച്ചത്? അതെ, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചത്. അവര് തള്ളിയിട്ടൊന്നും അല്ലല്ലോ? അല്ല. യേശു എന്നെ തൊട്ടതാന്ന് എനിക്ക് വിശ്വസിക്കുന്നു. യേശു എന്നെ തൊട്ടതാന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു തൊട്ടതാ. അപ്പോൾ അങ്ങ് വീണുപോയി. വീണുപോയി. അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എനിക്ക് കൈയുടെയും കാലിൻ്റെയൊക്കെ ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ വയ്യ. വണ്ടി ഒരെണ്ണം ഇടിച്ചതായിരുന്നു തന്നെ. എൻ്റെ മുട്ടിന് വണ്ടി ഇടിച്ചിട്ട് മുട്ടിനൊക്കെ വേദന കൊണ്ട് എനിക്ക് നിലത്തിരിക്കത്തില്ല, എഴുന്നേക്കത്തില്ലായിരുന്നു. ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ വേദന മാറി. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ